തിരുവനന്തപുരത്തുള്ള ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 2ാം സ്ഥാനം വരുന്നത് BJP ആണ്. അവർ ആ നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നേമത്ത് വിജയിക്കുന്നുണ്ട്. ഈ തിരുവനന്തപുരത്തെ 7 ലോക്സഭാ മണ്ഡലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ BJPയിലെ നിലവിലെ സ്വാധീനം എങ്ങനെയാണ്? ശ്രീത് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വേരോട്ടം BJPക്ക് ഉള്ള കേരളത്തിലെ ജില്ലയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. കഴിഞ്ഞ ഏതാനും ഇലക്ഷനുകളായി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. ലോക്സഭയിലാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ കുറയുന്നില്ല, ഏറി വരികയാണ്. അപ്പോൾ അത് ഏത് സ്ഥാനാർത്ഥി മത്സരിച്ചാലും ആ വോട്ടിംഗ് പാറ്റേണിൽ ആ ഉയർച്ച, സ്വാഭാവിക ഉയർച്ച കാണുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല വേരോട്ടം BJPക്ക് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ്. നേമം, തിരുവനന്തപുരം സെൻട്രൽ, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, കോവളം, പാറശാല, നെയ്യാറ്റിൻകര, ഇങ്ങനെ 7 നിയമസഭാ മണ്ഡലങ്ങളാണ് ഈ ലോക്സഭാ മണ്ഡലത്തിൽ വരുന്നത്. അതിൽ BJP ഏറ്റവും കൂടുതൽ നല്ല മത്സരം നിയമസഭയിലേക്ക് കാഴ്ചവെച്ചിട്ടുള്ളതും ജയിച്ചിട്ടുള്ളതും നേമമാണ്. അപ്പോൾ മറ്റ് 6 സ്ഥലത്തും എന്താണ് പാർട്ടിയുടെ അവസ്ഥ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ വിന്നബിലിറ്റി ഉള്ള പല സീറ്റുകളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ സ്ഥാനാർത്ഥികളുടെ മികവില്ലായ്മ കൊണ്ടോ മുഖങ്ങളില്ല, ജനകീയ മുഖങ്ങളില്ല. ഇല്ല എങ്കിൽ അവിടെ ഈ ഗ്രൗണ്ടിൽ പ്രവർത്തിക്കാൻ BJPയുടെ പ്രവർത്തകരില്ലാത്തത് കൊണ്ടോ ഒക്കെയാണ് മറ്റു പല മണ്ഡലങ്ങളിലും അവർക്ക് കാര്യമായ ഒരു മുന്നേറ്റം നടത്താൻ കഴിയാത്തത്. പക്ഷേ കഴിഞ്ഞ 2024 ലോക്സഭാ മണ്ഡലത്തിൽ ലോക്സഭാ ഇലക്ഷൻ നടന്നപ്പോൾ തിരുവനന്തപുരത്തെ ഏതാണ്ട് 4 സീറ്റുകളിൽ 2ാം സ്ഥാനത്താണ് BJP വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് വെച്ച്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതേ 4 സീറ്റുകളിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള 4 സ്ഥലങ്ങളിൽ 1ാം സ്ഥാനത്താണ് BJP വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി പരിശ്രമിച്ചാൽ പരമാവധി സീറ്റുകൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത്. അപ്പോൾ 7-ൽ BJP എത്രയാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ നമ്മൾ നിയമത്തെക്കുറിച്ച് പറഞ്ഞാൽ നിയമം ഇപ്പോൾ കോൺഗ്രസിനും താല്പര്യമില്ല, CPM-നും താല്പര്യമില്ല. കാര്യം അവർ പലരും ഇപ്പോൾ ശിവൻകുട്ടി പറഞ്ഞാൽ ഞാൻ മത്സരിക്കില്ല, കാര്യം ഇനി പുതിയ ആൾ വരട്ടെ എന്നാണ് ശിവൻകുട്ടി പറയുന്നത്. അപ്പുറത്താണെങ്കിൽ കെ മുരളീധരൻ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചാണ്, കെ മുരളീധരന് നിയമം വേണ്ട. അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളല്ല. പക്ഷേ മറ്റൊരു ഇതിലൊരു തമാശയുണ്ട്, കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസ് നേതാക്കൾ ഒറ്റ പേരിലേക്ക് വരികയാണ്. ആണ് ഇപ്പൊ എവിടെ അടുത്ത് വയ്ക്കാൻ ഒരാളെ ഇപ്പൊ അവർ കൊള്ളൂ എന്നുള്ളതാണ്. ചാവേറായിട്ട് കൊണ്ടുവയ്ക്കാനായിട്ട്. പക്ഷെ അദ്ദേഹത്തിന് വഴങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നിയമം ആൾറെഡി 2 മുന്നണികളും കൈവിട്ട് കഴിഞ്ഞു. കാര്യം അവിടെ BJP ജയിക്കൂ എന്ന് ഇവര് ഈ പറഞ്ഞതുപോലെ പരോക്ഷമായി പറയുന്നതാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള തർക്കം എന്ന് പറയുന്നത്. സ്ഥാനാർത്ഥി ആയിട്ടില്ല, എന്നിരുന്നാൽ പോലും ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നൊരു മണ്ഡലം കൂടിയാണ് നേമം. കാര്യം BJPയുടെ പ്രസിഡന്റ് പറഞ്ഞു ഞാനാണ് മത്സരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് പറയാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ നിയമത്തിന് വേണ്ടി ഇനി മറ്റാരും എന്ത് ചെയ്യേണ്ട, ഉടുപ്പ് തയ്ക്കേണ്ടതില്ല, അത് BJPക്കകത്തുള്ള ആയിരിക്കും അദ്ദേഹം ഒരു സൂചന കൊടുത്തത്. മറ്റൊന്ന്, ലോക്സഭയിൽ അദ്ദേഹം മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് നിയമത്തിൻ്റെ പൾസ് നന്നായിട്ട് മനസ്സിലായി. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചതും നേമത്തു നിന്നാണ്. മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിൽ ഭയങ്കര ആക്റ്റീവായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് BJPക്ക് പ്രവർത്തകരുള്ളത് നിയമമണ്ഡലത്തിനകത്താണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഈ പറഞ്ഞ പ്ലസ് പോയിന്റുകൾ ഉള്ളത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം നിയമം ചൂസ് ചെയ്തത്. അത് തന്നെയാണ് മറ്റുള്ളവരെ ഈ പറഞ്ഞതുപോലെ അവിടെ വിട്ടുപോടാൻ പ്രേരിപ്പിക്കുന്ന ഘടകവും അത് തന്നെയാണ്. പിന്നെ അതുകൂടാതെ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പരിധിയിൽ വരുന്ന ഒരു 4 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്. വട്ടിയൂർക്കാവ് മണ്ഡലം കഴിഞ്ഞ 1-2 ടേമായിട്ട് CPM ജയിച്ചുകൊണ്ടിരിക്കുന്നൊരു മണ്ഡലമാണ്. പഴയ മേയർ VK പ്രശാന്താണ് നിലവിൽ അവിടുത്തെ MLA. അപ്പോൾ അദ്ദേഹം മണ്ഡലത്തിൽ വളരെ ജനകീയനാണ് എന്ന ഒരു അഭിപ്രായം മുമ്പുണ്ടായിരുന്നു ആദ്യം അദ്ദേഹം ജയിച്ചപ്പോൾ. പക്ഷേ ഇപ്പോൾ 2020 ശേഷം അഭിപ്രായം ഇല്ല. കാരണം അദ്ദേഹം മണ്ഡലത്തിൽ അത്ര സജീവമല്ല. ഈ പറഞ്ഞ പൊതുവെ ഇടത് MLA-മാർക്ക് ഉണ്ടായിട്ടുള്ള ഒരു പിന്നോക്കം പോക്ക് അവിടെയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് കുറച്ച് ഈ പറഞ്ഞതുപോലെ നിലവിലുള്ള MLA-യോട് അത്ര പ്രവൃത്തിയില്ല എന്നാണ് വട്ടിയൂർക്കാവിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. അതേസമയം അവിടെ വട്ടിയൂർക്കാവിൽ BJPക്ക് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു മുഖം ഇപ്പോൾ വന്നിട്ടുണ്ട്.
പഴയ DGP ആർ ശ്രീലേഖ എന്ന് പറയുന്ന പിന്നെ വനിത. അപ്പോൾ അവർ ഇപ്പം തന്നെ ഒരു ഓളം തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പോട്. അപ്പോൾ പിന്നെ അവരുടെ സ്ഥാനാർത്ഥിത്വം അവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മാധ്യമങ്ങളൊക്കെ ആ പേര് ചർച്ച തുടങ്ങിയിട്ടുണ്ട്. ആർ ശ്രീലേഖയായിരിക്കും പിന്നെ അവിടെ മത്സരിക്കുക. അങ്ങനെയാണ് എങ്കിൽ VK പ്രശാന്തിനെ പറ്റിയ ഒരു എതിരാളിയായിരിക്കും ഈ ശ്രീലേഖ. കോൺഗ്രസിന് അവിടെ മുരളീധരൻ അവിടെ മത്സരിക്കാൻ താല്പര്യമില്ല. വട്ടിയൂർക്കാവിൽ ശബരിനാഥനും മത്സരിക്കാൻ താല്പര്യമില്ല. ശബരിനാഥൻ അരുവിക്കര ആണ് ശബരിനാഥന് താല്പര്യം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വട്ടിയൂർക്കാവിനെയും ഇടതുപക്ഷ മുന്നണികൾ പേടിക്കുന്നു. കാരണം ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനം വന്ന ഒരു മണ്ഡലവും കൂടിയാണ് വട്ടിയൂർക്കാവ്. വികസനം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒരു വികസനം നടക്കാത്ത ഒരു പ്രദേശമായി വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം മാറുന്നതിൻ്റെ ഒരു പ്രശ്നവും കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് തിരുവനന്തപുരം സെൻട്രൽ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. കുറച്ച് തീരദേശ വോട്ടുകളും കൂടി വരുന്ന ഒരു പ്രദേശമാണ് തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുന്നത്. BJP കുറേ വോട്ടുണ്ട്. ശ്രീശാന്ത് കൊണ്ട് മത്സരിച്ചപ്പോൾ നല്ല രീതിയിൽ വോട്ട് പിടിച്ചിരുന്നു. 21 തെരഞ്ഞെടുപ്പിൽ അത്രത്തോളം അവർക്ക് വോട്ട് ശേഖരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ സെൻട്രലിലും അവർക്ക് 1ാം സ്ഥാനം വന്നു കഴിഞ്ഞു. ഇതൊക്കെ ഈ പറഞ്ഞ നരേന്ദ്രമോദിയുടെ ഒരു ഭരണത്തിൻ്റെ മികവ് കൊണ്ടാണ് എല്ലായിടത്തും അങ്ങനെ ചേഞ്ച് വന്നിട്ടുള്ളത്. പിന്നെ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷമുള്ള ഒരു ഓർഗനൈസേഷണൽ ചേഞ്ച്, സംഘടനാപരമായി ഉണ്ടായ മാറ്റവും പ്രവർത്തകരുടെ ആവേശമൊക്കെ വന്നപ്പോൾ കുറേ ചേഞ്ച് അതിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രലിൽ എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീശാന്ത് ഇപ്രാവശ്യം സ്ഥാനാർത്ഥിയെ വരില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ സാധ്യതയുള്ളത് തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ ആവാനാണ് സാധ്യത. കാരണം അദ്ദേഹം ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്നുള്ള നിലയ്ക്കും ഇവിടെയുള്ള സാംസ്കാരിക രംഗങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്ന ആളെന്നുള്ള നിലയ്ക്കും ഇവിടുത്തെ പൾസർ എന്ന നിലയ്ക്കും ഒരുപക്ഷെ കരമന ജയനായിരിക്കാം ഇവിടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി. അവിടെയും സാധ്യത ഉള്ളതാണ്. മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് കഴക്കൂട്ടമാണ്. 1ാം സ്ഥാനം വന്ന കഴക്കൂട്ടത്തെ കടകംപള്ളി എന്തായാലും ഇപ്രാവശ്യം മത്സരിക്കില്ല എന്നാണ് പൊതുവെ കിട്ടുന്ന സൂചനകൾ. കാരണം ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഒരു കളങ്കം ശബരിമല കേസുമായിട്ട് ബന്ധപ്പെട്ട് ആൾറെഡി വന്നു കഴിഞ്ഞു. മാത്രമല്ല വേറെ ചില പരാതികൾ അദ്ദേഹത്തിനെതിരെ ഉണ്ട്. നേരത്തെ വന്ന ചില ലൈംഗികമായ ചില പ്രശ്നങ്ങളും ഉണ്ട്. അവിടെ കഴക്കൂട്ടത്ത് ഇപ്പോൾ ഏതാണ്ട് CPMൻ്റെ പ്രവർത്തകർ വളരെ കുറവാണ്. പക്ഷേ BJP അവിടെ വളരെ സ്ട്രോങ് ആയി എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും V മുരളീധരൻ തന്നെയായിരിക്കും അവിടെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിനുള്ള പ്രവർത്തനം നേരത്തെ തുടങ്ങി കഴിഞ്ഞു. അതായത് കേന്ദ്രമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം മണ്ഡലത്തിൽ കോൺസെൻട്രേറ്റ് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആനി അശോകൻ പിന്നെ CPMൻ്റെ വലിയ നേതാവാണ്. അവർക്ക് വലിയ സ്വാധീനമുള്ള സ്ത്രീയാണ്. അവർ BJPയിലേക്ക് ജോയിൻ ചെയ്യും. അവരോടൊപ്പം കുറേ പ്രവർത്തകരുണ്ടായിരുന്നു. അപ്പോൾ വലിയ തോതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് പ്രവർത്തകർ ചേരുന്ന ഒരു മണ്ഡലവും കൂടിയാണ് കഴക്കൂട്ടം എന്ന് പറയുന്നത്. വികസനം തീരെ എത്താത്തൊരു സ്ഥലമാണ്. നമ്മളെ ടെക്നോ പാർക്ക് അടക്കിയിരിക്കുന്ന സ്ഥലമാണ്. വലിയ വികസനം വേണ്ട സ്ഥലമാണ്. പക്ഷേ അവിടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. സ്വാഭാവികമായിട്ടും V മുരളീധരൻ അവിടെ ഒരു ബെറ്റർ ചോയ്സാണ്. മറ്റൊരാൾ BJPയുടെ ഭാഗത്ത് വരും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയാണ് എങ്കിൽ സംഘടനാ സംവിധാനം നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞതുപോലുള്ളൊരു സാധ്യത BJPക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഈ 4 സ്ഥലങ്ങളിലാണ് BJPക്ക് വിജയിക്കാൻ സാധ്യതയുള്ള നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന മണ്ഡലങ്ങൾ. ബാക്കിയുള്ള 3 ഒന്ന് എന്ന് പറയുന്നത് പാറശാലയാണ്. നമ്മുടെ ജില്ലയുടെ എണ്ണിക്കിടക്കുന്ന പാറശാലയാണ്. പാറശാല ഒരുപാട് ഡെമോഗ്രാഫിക് പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ്. ഈ നാടാർ കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതലുള്ള ഒരു മണ്ഡലമാണ്. അതിൽ ഹിന്ദു നാടാരുണ്ട്, ക്രിസ്ത്യൻ നാടാരുണ്ട്. പക്ഷേ ഈ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് ക്രിസ്ത്യൻ നാടാർ കോൺഗ്രസിനോടും ഹിന്ദു നാടാർ BJPയോടും ചേരുന്ന അല്ലെങ്കിൽ CPMയോടും ചേരുന്നൊരു രീതിയായ പ്രവണത അവിടെ കണ്ടുവരുന്നത്. അപ്പോൾ അവിടെ പിന്നെ ഈ നമ്മുടെ VSDPയുടെ പാർട്ടിയുണ്ട്, കാമരാജ് കോൺഗ്രസിൻ്റെ ശ്യാംലാൽ എന്ന് പറയുന്ന അവരുടെ നേതാവാണ് അവിടെ സ്ഥാനാർത്ഥിയിൽ വരാൻ സാധ്യത എന്നാണ് കിട്ടുന്ന വിവരങ്ങൾ. നിലവിലവിടെ പാറശാലയിലെ പിന്നെ CPMൻ്റെ പ്രതിനിധി എന്ന് പറയുന്നത് CK ഹരീന്ദ്രനാണ്. പുള്ളി അവിടെ ജനകീയനാണ്. വലിയ പേര് CPMന് പാറശാലയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു മത്സരം ഇപ്രാവശ്യം പാറശാലയിൽ കുറേ BJPക്ക് നല്ല കുറേ വോട്ടുകളുണ്ട്. ആ BJP വോട്ടുകളും ഇവർക്ക് കുറേ വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാമരാജ് കോൺഗ്രസ് സമാഹരിക്കാൻ കഴിഞ്ഞാൽ പാറശാല ഒരു നല്ലൊരു മുന്നേറ്റം BJPക്ക് നടത്താൻ ഇപ്പോഴാണെങ്കിൽ പോലും ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് പാറശാല സംബന്ധിച്ചത്. അതിനോട് ചേർന്ന് നടക്കുന്ന മണ്ഡലമാണ് നെയ്യാറ്റിൻകര. ഈ പറഞ്ഞതുപോലെ ഒരു പല സ്വഭാവം കാണിക്കുന്ന ഒരു മണ്ഡലമാണ്. CPM ദീർഘകാലം മത്സരിച്ചിട്ട് പിന്നെ കോൺഗ്രസിൽ പോയ ശെൽവരാജിനെ വിജയിപ്പിച്ച ജനങ്ങളാണ് നെയ്യാറ്റിൻകര ഉള്ളത്.
അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് പാർട്ടി പ്രകൃതിയിൽ അവർക്ക് ഈ പറഞ്ഞതാണ് ഈ വ്യക്തികളാണ് വരുന്നത് എന്ന് നമുക്ക് അതിൽ നിന്ന് വ്യക്തമായി. BJP അങ്ങനെ ഈ അവിടെ പ്രാദേശികമായി വളർന്നു വന്ന ഒരു മുഖം നെയ്യാറ്റിൻകര ഇല്ല എന്നുള്ളത് അവരുടെ ഒരു വലിയൊരു വീക്ക്നെസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കാൻ വേണ്ടി കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ചത് ചെങ്കൽ രാജശേഖരൻ നായരാണ് മത്സരിച്ചത്, പാർട്ടിയുടെ സമുന്നത നേതാവാണ്. സ്വാഭാവികമായിട്ട് ഇപ്രാവശ്യം അദ്ദേഹം തന്നെ ആയിരിക്കും. നിലവിലെ മാറിയ സാഹചര്യത്തിൽ ചെങ്കൽ രാജശേഖരൻ നായർ കുറച്ച് കൂടുതൽ നല്ല ഒരു മത്സരം അവിടെ കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. പിന്നെ ഉള്ളത് കോവളമാണ്. BJPക്ക് ഏറ്റവും കുറഞ്ഞ പ്രതീക്ഷയുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ് കോവളം. കോവളത്തിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടാം സ്ഥാനം വന്നു. ലോക്സഭയിൽ 2ാം സ്ഥാനം വന്നു, അത് നിശ്ചയിക്കാൻ കഴിയില്ല. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് വേറെ രീതിയിലാണ് അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ. ആ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. അപ്പോൾ അവിടെ ഈ ലാറ്റിൻ കാത്തലിക്സ് ആണ് അവിടുത്തെ വിജയം പരാജയങ്ങൾ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ എപ്പോഴും ലാറ്റിൻ കാത്തലിക്സ് കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗമാണ്. പിന്നെ CPM-ന് കോവളത്ത് വലിയ വോട്ടൊന്നുമില്ല. ഈ പറഞ്ഞതുപോലെ അവർ മത്സരിക്കാൻ വേണ്ടി മത്സരിക്കുന്നുള്ള മാത്രമേ ഉള്ളൂ. മിക്കവാറും സമയങ്ങളിൽ ഒരു ഘടകകക്ഷിക്കാണ് ആ സീറ്റ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ കോവളത്ത് നല്ല രീതിയിലൊരു പ്രവർത്തനം നടത്തിക്കഴിഞ്ഞാൽ പക്ഷേ ഈ കോവളം മണ്ഡലത്തിൽ കുറച്ച് വാർഡുകൾ നമ്മുടെ ഈ എന്താണ് 1ാം സ്ഥാനം ജയിച്ച വാർഡുകൾ പലതും കിടക്കുന്നത് കോവളത്താണ്, കോർപ്പറേഷനിൽ. അപ്പോൾ അതുകൊണ്ട് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ കോവളത്തേക്കും സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള 7 മണ്ഡലങ്ങളിൽ 4 എണ്ണത്തിൽ നമ്മളിപ്പോൾ ഒരു ആദ്യഘട്ട വിലയിരുത്തൽ നടത്തി കഴിഞ്ഞാൽ 4 മണ്ഡലങ്ങളിൽ BJPക്ക് വിജയസാധ്യത ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കോവളത്ത് പിന്നെ കോൺഗ്രസിനും, അതുപോലെ തന്നെ പിന്നെ പാറശാലയിൽ നമ്മുടെ സുരേഷ് അടക്കമുള്ള സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുള്ളൂ. അല്ല, അഡ്വക്കേറ്റ് സുരേഷിന് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. പക്ഷേ അത് എത്രത്തോളം നമുക്കത് വിഷയം, കാരണം വെച്ചാൽ ഈ ഇദ്ദേഹം പ്രസിഡന്റ് മത്സരിക്കുന്നത് കൊണ്ട് ജനറൽ സെക്രട്ടറി മത്സരിച്ചു കഴിഞ്ഞാൽ പാർട്ടിയുടെ ഏകോപനം പാളിപ്പോകും. കഴിഞ്ഞ തവണ 21-ലും BJP പറ്റിയൊരു അബദ്ധം അതാണ്. തെരഞ്ഞെടുപ്പിൽ എല്ലാവരും മത്സരിക്കാറായി കഴിഞ്ഞാൽ ഇതിനെ ഏകോപിപ്പിക്കുന്നവർ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അഡ്വക്കേറ്റ് സുരേഷ് മത്സരിക്കുന്നത് പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഇലക്ഷൻ്റെ ചുമതല സ്വാഭാവികമായിട്ടും പ്രധാനമായിട്ട് വഹിക്കേണ്ട ഒരാൾ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഇതിൻ്റെ ഒരു ചുമതലയിലേക്കും വരിക. പകരം സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ പോലുള്ള സ്ഥാനാർത്ഥികളുണ്ടല്ലോ, പിന്നെ നമ്മുടെ നടൻ കൃഷ്ണകുമാർ, അദ്ദേഹം മുമ്പ് ഇവിടെ മത്സരിച്ചിട്ടുള്ളതാണ്, തിരുവനന്തപുരം സെൻട്രൽ മത്സരിച്ചിട്ടാണ്. അദ്ദേഹം ഇവിടെ പരിഗണിക്കപ്പെടാവുന്നതാണ്. പിന്നെ ചില വനിതാ മുഖങ്ങളുണ്ട്, പിന്നെ നമ്മുടെ ഈ മഹിളാ മോർച്ച വഴി വന്നിട്ടുള്ള ചില മഹിളകളുമുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവരെയൊക്കെ പരിഗണിച്ചുകൂടാകില്ല. കൂടുതൽ പിന്നെ വനിതകൾക്ക് ഇപ്രാവശ്യം BJP അവസരം കൊടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അവരുടെ വനിതാ വിഭാഗം വളരെ സ്ട്രോങ് ആണ്, മഹിളാ മോർച്ച എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വനിതകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കും ഇപ്രാവശ്യം തിരുവനന്തപുരത്ത് BJP സ്വീകരിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.